കപ്പലുകളും വിമാനങ്ങളും ഒരു തെളിവ് പോലും അവശേഷിപ്പിക്കാതെ വിഴുങ്ങുന്നൊരിടം. പ്രേതക്കപ്പലുകൾ നിശബ്ദം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നിടം. റേഡിയോകൾ നിശ്ചലമാകുന്നൊരിടം. വടക്ക് നോക്കി യന്ത്രങ്ങൾ ഭ്രാന്തമായി വട്ടം കറങ്ങിക്കൊണ്ടിരിക്കുന്നൊരിടം. ഇലക്ട്രോണിക് ഉപകരണങ്ങളൊന്നും പ്രവർത്തിക്കാതെ ആകുന്ന ദുരൂഹമായൊരിടം. ബർമുഡ ട്രയാങ്കിൾ. വർഷങ്ങളായി തിരച്ചിൽ നടത്തിയിട്ടുണ്ടെങ്കിലും അവയുടെ ഒന്നും അവശിഷ്ടങ്ങൾ ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ബർമുഡ ട്രയാങ്കിൾ ഇപ്പോഴും നിഗൂഢതയിലുള്ള പട്ടികയിൽ നിറഞ്ഞു നിൽക്കുന്നത്. 1964 അമേരിക്കൻ എഴുത്തുകാരനായ വിൻസെന്റ് ഗാഡിസ് ആണ് ഈ പ്രദേശത്തിന് ബർമുഡ ട്രയാങ്കിൾ എന്ന പേര് നൽകിയത്. 15-ാം നൂറ്റാണ്ടിൽ വെച്ച് ഇറ്റാലിയൻ നാവികനും അമേരിക്ക കണ്ടുപിടിച്ച ആളുമായ ക്രിസ്റ്റഫർ കൊളംബസ് ആണ് ഈ പ്രദേശത്തിന്റെ ദുരൂഹതയെക്കുറിച്ച് ലോകത്തെ അറിയിച്ചത്. ഈ പ്രദേശത്ത് കൂടെ യാത്ര ചെയ്യുമ്പോൾ തീഗോളങ്ങൾ കടലിൽ പതിക്കുന്നതായും തന്റെ വടക്ക് നോക്കി യന്ത്രം അതിവേഗത്തിൽ വട്ടം കറങ്ങുന്നതായും കൊളംബസ് തന്റെ യാത്രാ വിവരണത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 1945 US-ന്റെ ഫ്ലൈറ്റ് 19 എന്ന വിമാനം ബർമുഡ ട്രയാങ്കിളിന് മുകളിൽ വെച്ച് റഡാറിൽ നിന്നും മാഞ്ഞു. ഇവയെ അന്വേഷിച്ചു പോയ മറ്റൊരു വിമാനവും അതേ പ്രദേശത്ത് വെച്ച് അപ്രത്യക്ഷമായി. എല്ലാം ദുരൂഹമായി തോന്നുന്നു. വെള്ള നിറത്തിലെ സമുദ്രത്തിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. എവിടെയാണെന്ന് ഞങ്ങൾക്കറിയില്ല. വെള്ളയല്ല, പച്ച നിറമാണ് വെള്ളത്തിന്. ഇങ്ങനെയാണ് കാണാതായ വിമാനങ്ങളിലെ പൈലറ്റ് അവസാനമായി നൽകിയ സന്ദേശം.